ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിൻറ്റുബിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മോർണിംഗ് സ്പെഷ്യൽ സാമ്പാറാണ്. അതും വെറും 15 മിനിറ്റിൽ നല്ല ടേസ്റ്റായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് പരിപ്പിട്ട് കൊടുക്കാം. ഇലയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അതിന് ശേഷം ഒരു കുക്കറിലേക്ക് നമ്മൾ പച്ചക്കറികളൊക്കെ മുറിച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിനി. അതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുത്ത പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഉപ്പും ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം 5 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ചുവന്ന മുളക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം കൂട്ടി അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ചെടുത്ത പച്ചക്കറിയിലോട്ട് നമുക്ക് ആ അരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഒരു മിനിറ്റൊക്കെ നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കൊറിയൻഡർ പൗഡർ, അതായത് കൊത്തമ്പാരി പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് സാമ്പാർ പൗഡർ ഇട്ട് കൊടുക്കാം. സാമ്പാർ പൗഡർ മെയിനാണ് കേട്ടോ, അതാണ് നമ്മൾ ടേസ്റ്റ് തൂക്കുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചെടുക്കണം. അപ്പോൾ പുളിവെള്ളം എന്ന് പറയുമ്പോൾ പുളിയും വെള്ളവും മിക്സാക്കി ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതും ഇട്ട് കൊടുക്കാൻ നമുക്ക് ടേസ്റ്റ് കൂടും, അതിനുണ്ടാണ്. അപ്പം അതും ഇട്ടെടുത്ത് നന്നായി മിക്സാക്കി എടുത്താൽ നമ്മൾ ഏകദേശം സാമ്പാർ റെഡിയായി. ഇനി നമുക്കൊരു ചെറിയ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് നന്നായി പൊട്ടിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇട്ടാൽ നമ്മൾ കലമ്പൊരൽ റെഡിയായി. ഇനി നമ്മൾ സാമ്പാറിലോട്ട് ഒഴിച്ചെടുക്കാം. ഇത് നന്നായി മിക്സാക്കി എടുത്താൽ നമ്മൾ സാമ്പാർ ഇവിടെ റെഡിയായി. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ടാറ്റാ, ബൈ ബൈ.